Welcome back to Beta Squirrel. ഇനി നമുക്ക് PHPMyAdmin എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഞാനിവിടെ SAM കൺട്രോൾ പാനൽ റൺ ചെയ്യുന്നുണ്ട്. അതിൽ അപ്പാച്ചയും MySQLും റണ്ണിംഗ് ആണ്. ഒന്നുകിൽ എനിക്ക് ഈ അഡ്മിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ബ്രൗസറിൽ localhost/PHPMyAdmin സ്പേസ് ഒന്നുമില്ലാതെ അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ PHPMyAdminന്റെ പേജിലേക്ക് വരും. നമ്മൾ ഡാറ്റാബേസിന് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ റൂട്ടും അതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് കൊടുക്കണം. ബൈ ഡീഫോൾട്ട് നിങ്ങൾ MySQL അല്ലെങ്കിൽ SAM ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ഇല്ലാത്ത റൂട്ട് യൂസറാണ് ഇൻസ്റ്റാൾ ആവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യൂസർ നെയിം പാസ്വേഡും ചോദിക്കാത്തത്. അപ്പോൾ ഈ പേജിൽ വന്നാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കാണാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു സൈഡ് ബാർ ഉണ്ട്. ഈ സൈഡ് ബാറിലാണ് ഡാറ്റാബേസസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡാറ്റാബേസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫർമേഷൻ സ്കീമ, MySQL പെർഫോമൻസ് സ്കീമ, PHPMyAdmin. ഈ ഡാറ്റാബേസുകൾ ഒരിക്കലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ PHPMyAdmin റൺ ചെയ്യാനും മറ്റു MySQLന്റെ കോൺഫിഗറേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. PHPMyAdminൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഡാറ്റാബേസ് സെർവറിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഏത് സെർവറിലാണ് റൺ ചെയ്യുന്നത്, ലോക്കൽ ഹോസ്റ്റ് 127.0.0.1 ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, TCP/IP പ്രോട്ടോകോൾ ആണ്. പിന്നെ നിങ്ങളുടെ സെർവർ ടൈപ്പ് ഏതാണുള്ളത്, MariaDB ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. MySQLന്റെ വേർഷൻ അല്ല, അത് MariaDBന്റെ വേർഷൻ ആണ് സാമ്പിന് ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് MySQL തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ WAMP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വാംബ് ഡൗൺലോഡ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. വാംബ് സെർവർ സോഴ്സ് ഫോർക്ക് തന്നെ വാംബ് സെർവർ കാണാൻ പറ്റും. നിങ്ങൾക്ക് നേരത്തെ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ ഇതും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സാമ്പും വാമ്പും ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യരുത്, ഏതെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്യാം. നിങ്ങൾ വാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ വാമ്പിന് നിങ്ങളുടെ പ്രോജക്റ്റ് പ്ലേസ് ചെയ്യേണ്ട ഫോൾഡർ എന്ന് പറയുന്നത് വാമ്പിൻ്റെ ഇൻസ്റ്റാളേഷനിൽ www എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാകും. ആ ഫോൾഡറിലാണ് നിങ്ങൾ വാമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ PHPMyAdminലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ അവിടെ കണ്ടു. MariaDB ആണ്. പിന്നെ SSL ഈസ് നോട്ട് ബീങ് യൂസ്ഡ് ആണ്, അതായത് HTTPSനുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ MySQLന്റെ അതായത് MariaDBന്റെ വേർഷൻ ഏത് വേർഷൻ ആണെന്നുള്ളത്, പ്രോട്ടോകോൾ വേർഷൻ, യൂസർ root@localhost അതാണ് യൂസർ. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ് സെർവറിന്റെ ഇൻഫർമേഷൻ കാണാം. അപ്പാച്ചയാണ് വെബ് സെർവർ ഉപയോഗിക്കുന്നത്. അപ്പാച്ചി 2.4 ആണ്. പിന്നെ PHP എക്സ്റ്റൻഷൻ ഏതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, അതായത് നമ്മൾ ഈ ഡാറ്റാബേസ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തത് MySQL എക്സ്റ്റൻഷൻ ഉണ്ട്, കേൾ ഉണ്ട്, MB സ്ട്രിംഗ് ഉണ്ട്. പിന്നെ PHPന്റെ വേർഷൻ ഏതാണെന്നുള്ള പറയുന്നുണ്ട്. അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ PHPMyAdminന്റെ വേർഷൻ ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ടോപ്പിലൊരു ടൂൾ ബാർ കാണാൻ പറ്റും. ഡാറ്റാബേസസ്, SQL, സ്റ്റാറ്റസ്, യൂസർ അക്കൗണ്ട്സ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, സെറ്റിംഗ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് നോക്കാം. നിങ്ങൾക്കൊരു പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്രിയേറ്റ് ഡാറ്റാബേസിന്റെ നെയിം അവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാറ്റാബേസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാറ്റാബേസിൽ ടേബിൾസ് ഉണ്ടാക്കാൻ പറ്റും. സ്ട്രക്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഡാറ്റാബേസിന്റെ കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ കാണിക്കില്ല. ഇനി ടേബിൾ ഉണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. 4 കോളംസ് ആണ്, അല്ലെങ്കിൽ എത്ര കോളംസ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ കോളത്തിനുള്ള പേര് കൊടുക്കാം. ID ഞാൻ ഇൻഡ് കൊടുക്കുകയാണ്. ഇൻഡ് കൊടുത്തതിന് ശേഷം ഇൻഡെക്സ് ആണ്, അതെനിക്ക് പ്രൈമറി കീ ആണ് വേണ്ടത്. സൈസ് നമുക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം ഞാൻ AI അതായത് ഓട്ടോ ഇൻക്രിമെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നെയിം സെലക്ട് ചെയ്തു. നെയിം എന്ന് പറയുന്ന വാർക്കാറാണ്. അതിനുശേഷം ഇമെയിൽ സെലക്ട് ചെയ്തു. ഇമെയിലും ഇതേപോലെ തന്നെ വാർക്കാർ, അതായത് സ്ട്രിംഗ് ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ മൊബൈലും വാർക്കാറാണ്. മൊബൈലിന് ഞാൻ ലെങ്ത് 20 കൊടുക്കണം. മാക്സിമം 20 ലെങ്ത് സ്റ്റോർ ചെയ്താൽ മതി. അതിനുശേഷം എനിക്ക് ടേബിൾ കമന്റ്സോ ബാക്കിയുള്ള എന്തോ ഓപ്ഷൻസ് ഇവിടെ വേണ്ടതൊക്കെ ചൂസ് ചെയ്യാം. അതായത് ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം, ലെങ്ത് സെറ്റ് ചെയ്യാം, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അങ്ങനെ ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെങ്ത് എൻറ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. വാർക്കാറിന് 255 മാക്സിമം ഉള്ള 255 തന്നെ കൊടുക്കാം. സേവ് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ ഉണ്ടായിട്ട് ഇപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ഡാറ്റാബേസിന് അണ്ടറിൽ
യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു ടേബിൾ ഉണ്ടാക്കണമെങ്കിലുള്ള പുതിയൊരു ബട്ടൺ കൂടെ അവിടെ ഉണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് ഈ ടേബിളിൽ തന്നെ എന്തെങ്കിലും ആൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫീൽഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഉള്ള ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫീൽഡിന്റെ പേര് മാറ്റാം. അതായത് നെയിം എന്നുള്ളത് ഫുൾ നെയിം എന്നാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്താക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കോളംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് 1 കോളം ആഫ്റ്റർ മൊബൈൽ. അപ്പോൾ നിങ്ങൾക്ക് 2 കോളാണെങ്കിൽ ആഡ് 2 കോളംസ് ആഫ്റ്റർ എന്തിനു ശേഷം മൊബൈലിന് ശേഷമാണെങ്കിൽ അങ്ങനെ, നെയിമിന് ശേഷമാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഉള്ള ഫീൽഡ്സ് വരും. നിങ്ങൾക്ക് അവിടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ടേബിൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഡ്രോപ്പ് ഓരോ കോളം ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ടേബിളും ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻസിൽ പോയാൽ കിട്ടും. അല്ലെങ്കിൽ ചെക്ക് ഓൾ കൊടുക്കുക, എന്നിട്ട് ഡ്രോപ്പ് കൊടുക്കുക. നമ്മളിപ്പോൾ സ്ട്രക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാറ്റ അതിൽ മാനുവലായിട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടേബിളിൽ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നെയിം ജസ്റ്റ് കൊടുക്കുകയാണ്. ഓരോന്നിലുള്ള വാല്യൂസ് കൊടുക്കാം. അതിനുശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതിനുള്ള ക്വറി, ഏത് ക്വറിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ള ക്വറിയും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ യൂസേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ആ ഡാറ്റ കാണാൻ പറ്റും. ആ ടേബിൾ സെലക്ട് ചെയ്ത ഡാറ്റ കാണാം. അതെനിക്ക് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് MySQL ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SQL എന്ന് പറയുന്ന ടാബിൽ പോയിട്ട് ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്ന് പറയുന്ന ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിനു ശേഷം താഴെ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വറി എക്സിക്യൂട്ട് ആയി. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് ആ ടേബിളിലുള്ള എല്ലാ ഡാറ്റ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞു. എക്സ്പോർട്ട് ചെയ്യാം. ഏതൊരു ഡാറ്റാബേസ്, കംപ്ലീറ്റ് ഡാറ്റാബേസോ ഒരു ടേബിളോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ഓപ്പറേഷൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റാബേസിന്റെ പേര് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ടേബിൾസ് ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടാവും.